ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ചിത്രമാണ് ഫ്രാങ്ക്സ്റ്റൈൻ. 1818 മേരി ഷെല്ലി എഴുതിയ ഫ്രാങ്ക്സ്റ്റൈൻ ദ മോഡേൺ പ്രൊമത്തിയൂസ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചലച്ചിത്രം. 1850കളിൽ വിക്ടർ ഫ്രാങ്ക്സ്റ്റൈൻ പ്രഭു മരണത്തെ തോൽപ്പിക്കാൻ മൃതദേഹങ്ങളിൽ പല പരീക്ഷണങ്ങളും നടത്തുന്നു. പല മൃതദേഹ ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത് അദ്ദേഹം പുതിയൊരു ജീവിക്ക് ജന്മം നൽകുകയാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവിശേഷങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അവസാന നിമിഷം വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു സൂപ്പർ മൂവി. 1857 നോർത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന റോയൽ ഡാനിഷ് നാവികസേനയുടെ പരിവേഷണ കപ്പലായ ഹൊറൈസോൺ നാളുകളായി മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മഞ്ഞുകട്ടകൾ ഉടച്ച് കപ്പലിനെ യാത്രായോഗ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കപ്പലിലുണ്ടായിരുന്നവർ. എന്നാൽ കപ്പലിലുള്ളവർ ക്ഷീണിതരായിരുന്നു. വിശപ്പും ദാഹവും ജോലിയും അവരെ ക്ഷീണിതരാക്കി. എന്നാൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് തിരിച്ചു പോകണമെന്ന അവരുടെ ആവശ്യം കപ്പിത്താൻ അനുവദിച്ചില്ല. കപ്പലിനെ യാത്രാസജ്ജമാക്കാൻ കപ്പിത്താൻ അവർക്ക് ഓർഡർ കൊടുത്തു. ആ രാത്രിയിൽ 2 മൈൽ ദൂരെ ഒരു സ്ഫോടനത്തിന്റെ ശബ്ദം എല്ലാവരും കേട്ടു. തീപ്പന്തങ്ങളുമായി കപ്പിത്താനും കുറച്ചുപേരും സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് നടന്നു. അവിടെ മഞ്ഞിൽ നിറയെ രക്തം കെട്ടിക്കിടക്കുന്നത് അവർ കണ്ടു. അവിടെ നിന്ന് കുറച്ചു മാറി ഒരാൾ വീണ് കിടക്കുന്നതും. അയാൾക്ക് പരിക്കുകളേറ്റിരുന്നു. രക്തം വാർന്നു പോയിരുന്നു. തോളിൽ വലിയൊരു മുറിവുണ്ട്. കാലൊടിഞ്ഞതായാണ് അവർക്ക് ആദ്യം തോന്നിയത്. അതൊരു വെപ്പുകാലായിരുന്നു എന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് ഒരു ഭീകരമായ ഒരു അലർച്ച അവർ കേട്ടത്. മുറിവുകളുമായി കിടന്ന ആ മനുഷ്യനെയും എടുത്തുകൊണ്ട് കപ്പിത്താനും കൂട്ടരും കപ്പലിലേക്ക് മടങ്ങി. മഞ്ഞിൽ ദൂരെ നിന്നും ഒരു ജീവി കപ്പലിനെ ലക്ഷ്യമാക്കി നടന്നു വരുന്നത് അവർ കണ്ടു. കപ്പിത്താന്റെ ആജ്ഞപ്രകാരം ആ ജീവിക്ക് നേരെ നാവികസേന വെടിയുതിർത്തു. എന്നാൽ ആ ജീവി വെടികൊണ്ടിട്ടും യാതൊന്നും സംഭവിക്കാതെ വീണ്ടും എഴുന്നേറ്റ് വന്ന് ആളുകളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തു. കപ്പലിലേക്ക് കയറാൻ കപ്പലിനോട് ചാരിവെച്ച ഏണിയിലൂടെ ആ ജീവി കപ്പലിനകത്തേക്ക് കയറി. പരിക്കേറ്റ ആ മനുഷ്യനെയായിരുന്നു ആ ജീവിക്ക് വേണ്ടിയിരുന്നത്. ആ ജീവി അയാളെ വിക്ടർ എന്ന് വിളിച്ചുകൊണ്ട് അലറി. പെട്ടെന്ന് ഒരാൾ ആ ജീവിയെ വീണ്ടും വെടിവെച്ചു. ആ ജീവി കപ്പലിൽ നിന്നും തെറിച്ച് മഞ്ഞിലേക്ക് വീണു. അത് മരിച്ചെന്നായിരുന്നു അവർ കരുതിയത്. എന്നാൽ ആ ജീവിയാകട്ടെ വീണ്ടും ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. അത് വീണ്ടും കപ്പലിലേക്ക് കയറാതിരിക്കുവാൻ വേണ്ടി ഏണി എടുത്തു മാറ്റി കപ്പലിലുള്ളവർ. ദേഷ്യം പിടിച്ച ആ ഭീകരജീവി മുഴുവൻ ശക്തിയോടെ കപ്പൽ ആഞ്ഞുകുലുക്കി. കപ്പൽ ഒരു ഭാഗത്തേക്ക് ചിരിഞ്ഞു. കപ്പിത്താൻ എഴുന്നേറ്റ് മഞ്ഞുകട്ടയിലേക്ക് വെടിയുതിർത്തു. ആ മഞ്ഞുകട്ടകൾ പൊട്ടി തകർന്നപ്പോൾ ആ ജീവി വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിനടിയിലേക്ക് അത് താഴ്ന്നുപോയി. കപ്പിത്താനായ ആൻഡേഴ്സണും ഡോക്ടർ ഉഡ്സണും പരിക്കേറ്റ ആളെ ശുശ്രൂഷിച്ചു. അയാൾക്ക് വേദന സംഹാരികൾ കൊടുത്തു. ബോധമുണർന്ന അയാൾ ആ ജീവിയെക്കുറിച്ച് തിരക്കി. ആ ജീവി 6 പേരെ കൊന്നെന്നും വെള്ളത്തിൽ വീണ് അത് ചത്തുപോയെന്നും കപ്പിത്താൻ പറഞ്ഞു. എന്നാൽ അയാൾ ആ ജീവിക്ക് മരണമില്ല എന്നും എന്നെ വിട്ടുകൊടുക്കുന്നതുവരെ അത് തിരികെ വരുമെന്നും നിങ്ങളെ എല്ലാവരെയും ഉപദ്രവിക്കുമെന്നും പറയുകയായിരുന്നു. ഇനി ആ ജീവി മടങ്ങി വരുമ്പോൾ നിങ്ങൾ എന്നെ അതിന് കൊടുക്കണമെന്നും അയാൾ പറഞ്ഞു. ആ ചെകുത്താനെ ആരാണ് ഉണ്ടാക്കിയതെന്ന് കപ്പിത്താൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഞാനാണ് അതിനെ ഉണ്ടാക്കിയതെന്ന് അയാൾ കുറ്റബോധത്തോടെ പറഞ്ഞു. അയാളുടെ പേര് വിക്ടർ എന്നായിരുന്നു. വിക്ടർ ഫ്രാങ്ക്സ്റ്റൈൻ. എല്ലാത്തിനെയും ജയിക്കുന്നവൻ എന്നായിരുന്നു ആ പേരിനർത്ഥം. വിക്ടർക്ക് ആ പേരിട്ടത് അയാളുടെ അച്ഛനായിരുന്നു. അയാളിൽ നിന്നായിരുന്നു എല്ലാം തുടങ്ങിയത്. വിക്ടർ അയാളുടെ കഥ പറഞ്ഞു തുടങ്ങി. വിക്ടറിന്റെ അച്ഛൻ ഒരു പ്രഭുവായിരുന്നു. കൂടാതെ അദ്ദേഹം പേരുകേട്ട ഒരു സർജനും കൂടിയായിരുന്നു. വിക്ടറിന്റെ അമ്മയെ അയാൾ വിവാഹം ചെയ്തത് അമ്മയുടെ കുടുംബ മഹിമയും സ്വത്തും കണ്ടുകൊണ്ടായിരുന്നു. വിക്ടറിന് അമ്മയെ വലിയ ഇഷ്ടമായിരുന്നു. അച്ഛൻ വരുന്ന സമയമെല്ലാം അമ്മയുമായി വഴക്കുണ്ടാക്കുമായിരുന്നു. ഇതെല്ലാം കുഞ്ഞു വിക്ടറിൽ ഭയമുണ്ടാക്കി. വിക്ടർ എന്നും കാവൽ മാലാഖയോട് എന്നും തന്റെ കൂടെ ഉണ്ടാകണമെന്ന്, എന്നും തനിക്ക് തുണയുണ്ടാകണമെന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വിക്ടറിന്റെ അമ്മ ഗർഭിണിയായിരുന്നു. സർജനായതുകൊണ്ട് തന്നെ വിക്ടറിന്റെ അച്ഛൻ എല്ലാം പഠിപ്പിക്കുമായിരുന്നു. അച്ഛന്റെ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന ഉത്തരങ്ങൾ തെറ്റിപ്പോയാൽ അയാൾ അവനെ തല്ലുമായിരുന്നു. ഒരു ദിവസം വിക്ടറിനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്ടറിന്റെ അമ്മയ്ക്ക് വേദന വന്നു. രക്തം പോകുന്നുണ്ടായിരുന്നു. വിക്ടർ വേഗം അച്ഛനെ വിളിച്ചു. അച്ഛൻ അമ്മയെ കൊണ്ടുപോയി. പക്ഷേ സർജനായ വിക്ടറിന്റെ അച്ഛനും വിക്ടറിന്റെ അമ്മയെ രക്ഷിക്കാനായില്ല. കുഞ്ഞിനെ മാത്രമേ രക്ഷിക്കാനായുള്ളൂ. വിക്ടറിന്റെ അമ്മ മരണപ്പെട്ടു. തന്റെ ജീവനായ അമ്മ നഷ്ടപ്പെട്ടത് വിക്ടറിനെ ആകെ സങ്കടത്തിലാക്കി. വിക്ടറിന്റെ അനിയനെ അച്ഛൻ സ്നേഹത്തോടെയാണ് വളർത്തിയത്. ചിരിച്ചും കളിച്ചും അവനും വളർന്നു. എന്നാൽ വിക്ടറിന്റെ ചിന്തകൾ മാറി തുടങ്ങിയിരുന്നു. ഒരു പ്രഗത്ഭനായ സർജനായിരുന്നിട്ട് കൂടി തന്റെ അമ്മയുടെ മരണം തടയാൻ അദ്ദേഹത്തിനായില്ലല്ലോ എന്ന് അവൻ ചിന്തിച്ചു. അന്ന് രാത്രി വിക്ടർ അത് അച്ഛനോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു.
എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ എന്ന് വിക്ടർ തിരിച്ചു ചോദിച്ചു. മരണത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് അച്ഛൻ പറഞ്ഞു. മരണത്തെ ഞാൻ തോൽപ്പിക്കുമെന്നായിരുന്നു വിക്ടറിന്റെ മറുപടി. അന്നു മുതൽ വിക്ടർ പുതിയൊരാളായി മാറുകയായിരുന്നു. ഇതേ സമയം വെള്ളത്തിനടിയിലേക്ക് വീണ ആ ഭീകരജീവി മഞ്ഞുകട്ടകൾ ഉടച്ച് ജീവനോടെ പുറത്തേക്ക് വന്നിരുന്നു. വിക്ടറിന്റെ അമ്മയുടെ തോട്ടങ്ങളിലെ തീപിടുത്തവും കലാപങ്ങളും അവരുടെ സ്വത്ത് ഇല്ലാതാക്കി. അച്ഛനും മരിച്ചു. വിക്ടറിന്റെ അനിയൻ വില്യം വിയന്നയിൽ കുടുംബക്കാരോടൊപ്പം പോയി. വിക്ടർ ആകട്ടെ ലണ്ടനിലേക്കും അവിടെ നിന്ന് എഡിൻബറോയിലേക്കും. അവിടെ പതിറ്റാണ്ടുകളോളം വിക്ടർ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ചെറുപ്പക്കാരനായ വിക്ടർ മരണത്തെ മറികടക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് റോയൽ മെഡിക്കൽ സൊസൈറ്റിയിൽ സംസാരിക്കുകയായിരുന്നു. മരിച്ചുപോയ ചിലരുടെ ശരീരഭാഗങ്ങൾ തുന്നിച്ചേർത്തുണ്ടാക്കിയ ഒരു പാതി ശരീരം വിക്ടർ അവിടെ പ്രദർശിപ്പിച്ചു. ആ ശരീരത്തിലേക്ക് കറണ്ട് കടത്തിവിട്ടപ്പോൾ ആ ശരീരത്തിന് ജീവൻ വച്ചു. അവിടെയുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടു. അതൊരു തട്ടിപ്പാണെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. വിക്ടർ ഒരു ബോൾ എറിഞ്ഞപ്പോൾ പലരുടെയും ശരീരഭാഗങ്ങൾ തുന്നിച്ചേർത്തുണ്ടാക്കിയ ആ ഭാഗിക ശരീരം ആ ബോൾ പിടിച്ചെടുത്തു. കാഴ്ചക്കാരിൽ വിക്ടറിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ ഇരുന്നിരുന്നു. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് വിക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിചാരണാംഗങ്ങൾ ഇറങ്ങിപ്പോയി. വിക്ടർ ആ ശരീരത്തിലേക്കുള്ള എനർജി വിച്ഛേദിച്ചു. ആ ശരീരത്തിന് വീണ്ടും ജീവനില്ലാതെയായി. വിക്ടറും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. വിക്ടറിന്റെ താമസ സ്ഥലത്ത് വിക്ടറിനെയും കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. വിക്ടറിനെ ശ്രദ്ധിച്ചു കേട്ടിരുന്ന അയാൾ ഹാർലൻഡർ. അയാളുടെ പക്കൽ വിക്ടറിന്റെ ബ്രദർ വില്യം കൊടുത്തുവിട്ട ഒരു കത്തുമുണ്ടായിരുന്നു. ഹാർലൻഡറിന്റെ അനന്തരവളയായിരുന്നു വില്യമിന്റെ വധുവാകാൻ പോകുന്നത്, എലിസബത്ത് ഹാർലൻഡർ. കുറച്ചു ദിവസത്തിനകം വില്യമിനെയും എലിസബത്തിനെയും കൊണ്ട് വിക്ടറിനെ കാണാൻ വരുമെന്ന് ഹാർലൻഡർ പറഞ്ഞു. എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും പറയാനായിരുന്നില്ല ഹാർലൻഡർ വിക്ടറിനെ കാണാൻ വന്നത്. വിക്ടറിന്റെ പ്രവൃത്തികൾ അയാളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ഹാർലൻഡർ വിക്ടറിനോട് ചോദിച്ചു. വിക്ടർ ഒഴിഞ്ഞു മാറിയെങ്കിലും വില്യമും എലിസബത്തും വരുന്ന ദിവസം നിന്റെ വിധി ഞാൻ മാറ്റി എഴുതുമെന്ന് ഹാർലൻഡർ പറഞ്ഞു. എഡിൻബറോയിൽ വിക്ടറിന് വേണ്ടി താമസം ശരിയാക്കിയിരുന്നു. അങ്ങനെ വിക്ടർ തന്റെ കണ്ടുപിടുത്തങ്ങളുമായി ഹാർലൻഡിനെ കാണാൻ പോയി. എനർജി ശരീരത്തിലേക്ക് കൊടുക്കാൻ നെർവസ് സിസ്റ്റം ആയിരുന്നു വിക്ടർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ജീവൻ നിലനിൽക്കുന്നത് കുറച്ചു സമയത്തേക്ക് മാത്രമായിരിക്കും, ഹാർലൻഡർ വിക്ടറിനോട് പറഞ്ഞു. ഹാർലൻഡർ പഴയ ഒരു പട്ടാള സർജനായിരുന്നു. ഹാർലൻഡറിന് ഇപ്പോൾ പടക്കോപ്പുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികളുണ്ട്. ഈവലിംഗ് ടേബിളിനെ കുറിച്ച് വിക്ടർ കേട്ടിട്ടുണ്ടോ എന്ന് ഹാർലൻഡർ ചോദിച്ചു. മനുഷ്യ ശരീരത്തിലെ നെർവ്സ്, ആർട്ടറീസ്, വെയിൻസിനെയൊക്കെ കുറിച്ച് വിവരിക്കുന്ന 4 രേഖകളായിരുന്നു അത്. 5ാമതൊരു രേഖ കൂടി ഉണ്ടെന്ന് ഹാർലൻഡർ പറഞ്ഞു. ആ മോഡൽ ഹാർലൻഡർ വിക്ടറിനെ കാണിച്ചു. അത് വിക്ടറിനെ കൂടുതൽ ആകർഷിച്ചു, അത്ഭുതപ്പെടുത്തി. താൻ അന്വേഷിച്ചത് കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു വിക്ടറിന്റെ മുഖത്ത്. ലിംഫാറ്റിക് സിസ്റ്റം ആയിരുന്നു അത്. എനർജി വിതരണം ചെയ്യാനും സ്റ്റോർ ചെയ്യാനും സാധിക്കുന്ന ഘടനകൾ വിക്ടർ മനസ്സിലാക്കി. വിക്ടറിന്റെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവാക്കാമെന്ന് ഹാർലൻഡർ പറഞ്ഞു. അതിനു പകരമായി ഭാവിയിൽ ഒരു പ്രത്യുപകാരം ചെയ്യേണ്ടി വരുമെന്ന് അയാൾ കൂട്ടിച്ചേർത്തു. അപ്പോഴേക്കും വില്യമും എലിസബത്തും അവിടെ എത്തിയിരുന്നു. വിക്ടർ വില്യമിനെ ചേർത്ത് പിടിച്ചു. വില്യമിന്റെ വധുവായ എലിസബത്തിനെ കണ്ട നിമിഷം വിക്ടറിന് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി. എലിസബത്ത് യുദ്ധങ്ങളോട് എതിരായിരുന്നു. വിക്ടർ കപ്പിത്താനോടുള്ള കഥ പറയൽ തുടർന്നുകൊണ്ടിരുന്നു. ആ സമയം ആ ഭീകരജീവി അവരുടെ കപ്പലിനടുത്തേക്ക് എത്തി തുടങ്ങിയിരുന്നു. ഹാർലൻഡർ വിക്ടറിന് വേണ്ടി ഒരു ഗോപുരം തന്നെ ഏർപ്പാടാക്കിയിരുന്നു. ആ സ്ഥലം കണ്ട നിമിഷം വിക്ടർ മതിമറന്ന് നിന്നുപോയി. എന്ത് ആവശ്യങ്ങളും നിറവേറ്റിത്തരുമെന്ന് ഹാർലൻഡർ പറഞ്ഞു. ഹാർലൻഡറും വില്യമും എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുത്തു. പുതിയൊരു ശരീരം ഉണ്ടാക്കുന്നതിനായി നല്ല ആരോഗ്യമുള്ള ആളുകളെ അവർ തിരഞ്ഞെടുത്തു. ഇതിനിടയിൽ വിക്ടർ എലിസബത്തിനോട് കൂടുതൽ അടുത്തു. എലിസബത്തിന് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒട്ടും കലർപ്പില്ലാത്ത ജീവനോടായിരുന്നു പ്രിയം. അങ്ങനെ ഒന്നിനെയാണ് അവൾ തേടിക്കൊണ്ടിരിക്കുന്നത്. വിക്ടറിന് വേണ്ട എല്ലാ കാര്യങ്ങളും വില്യം ചെയ്തു കൊടുത്തു. വിക്ടർ ആവട്ടെ എലിസബത്തിനോട് തന്റെ ഇഷ്ടം പറഞ്ഞു. എന്നാൽ എലിസബത്ത് അത് സാധിക്കില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത്. തുന്നിച്ചേർത്ത ശരീരത്തിന് പുതുജീവൻ നൽകാനുള്ള ശരീരത്തിലെ ഭാഗം തേടുകയായിരുന്നു വിക്ടർ. ഒടുവിൽ വിക്ടറിന് അതിന്റെ ഉത്തരം കിട്ടി. ലിംഫാറ്റിക് സിസ്റ്റത്തിന് മുകളിലായി ബാറ്ററി വയ്ക്കുക. യുദ്ധത്തിൽ മരിച്ച നല്ല നല്ല ശരീരങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു പിന്നീടുള്ള ശ്രമങ്ങൾ. ഉയരം കൂടിയ നീണ്ട കൈകാലുകളുള്ള മൃതദേഹങ്ങൾ, പരിക്കില്ലാത്ത തല, അങ്ങനെ പുതിയ സൃഷ്ടിക്കുള്ള എല്ലാ ശരീരഭാഗങ്ങളും വിക്ടർ കണ്ടെത്തി. അവയെല്ലാം തുന്നിച്ചേർത്തു. ഹാർലൻഡർ ഓരോ ഘട്ടങ്ങളിലും അതിന്റെയൊക്കെ ചിത്രങ്ങളും ക്യാമറയിൽ പകർത്തി.
പുതിയൊരു ജീവന് ജന്മം നൽകാൻ വിക്ടർ ഒരുങ്ങി. ഇടിമിന്നലോട് കൂടിയ മഴ വരുന്നുണ്ടെന്ന് വിക്ടർ ഹാർലൻഡറിനോട് പറയാനായി ഓടി. എന്നാൽ അപ്പോഴാണ് ഹാർലൻഡറിന്റെ രോഗാവസ്ഥ വിക്ടറിന് മനസ്സിലായത്. സിഫിലിസ് രോഗം ബാധിച്ച് തീരെ വയ്യാതായ ശരീരമായിരുന്നു ഹാർലൻഡറിന്റേത്. അയാൾ അത് മറച്ചു നടക്കുകയായിരുന്നു. ഹാർലൻഡർ തന്റെ കരാർ പ്രകാരമുള്ള ആവശ്യം വിക്ടറിനെ അറിയിച്ചു. വിക്ടർ ഉണ്ടാക്കുന്ന ശരീരത്തിലേക്ക് തന്നെ പറിച്ചു നടാനായിരുന്നു ഹാർലൻഡർ ആവശ്യപ്പെട്ടത്. ആ ആവശ്യം കേട്ട വിക്ടർ ഞെട്ടിപ്പോയി. വിക്ടർ അതിന് സമ്മതിച്ചില്ല. നീ ചോദിക്കുന്ന എന്തും തരാമെന്ന് പറഞ്ഞ് ഹാർലൻഡർ വിക്ടറിന്റെ പിന്നാലെ നടന്നു. അതിനെ ചൊല്ലി വിക്ടറും ഹാർലൻഡറും തമ്മിൽ തർക്കമായി. ഹാർലൻഡർ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണു. അയാൾ മരിച്ചു. വിക്ടർ താനുണ്ടാക്കിയ ശരീരത്തിന് ജീവൻ നൽകാൻ ഒരുങ്ങി. മിന്നൽ പ്രവാഹം ആ ശരീരത്തിലേക്ക് നൽകി. എന്നാൽ അത് തകർന്ന് നിലത്ത് വീണു. ആ ശരീരത്തിന് ജീവൻ വന്നു എന്ന് വിക്ടർ പരിശോധിച്ചു. അതിന് ജീവനില്ലായിരുന്നു. തന്റെ കഷ്ടപ്പാടുകൾ വെറുതെയായല്ലോ എന്നോർത്ത് വിക്ടർ സങ്കടപ്പെട്ടു. എന്നാൽ ഉറങ്ങാൻ കിടന്ന വിക്ടർ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. തന്റെ മുന്നിൽ നിൽക്കുന്ന ജീവനുള്ള ആ ശരീരം കണ്ട് വിക്ടർ ഒന്ന് ഞെട്ടി. എന്നാൽ ആ ജീവൻ വിക്ടറിനെ കൗതുകപ്പെടുത്തി. ഒന്നും അറിയാതെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ പോലെ ആ മനുഷ്യൻ പുതിയ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. വിക്ടർ എന്ന പേര് വിക്ടറിൽ നിന്നും അത് പഠിച്ചെടുത്തു. എന്നാൽ ഇതേ സമയം എലിസബത്ത് അമ്മാവിനെ കാണാതെ തിരക്കുകയായിരുന്നു. അവരെ കാണാൻ പോകണമെന്ന് എലിസബത്ത് വില്യമിനോട് പറഞ്ഞു. വിക്ടർ ഓരോ കാര്യങ്ങളും ആ മനുഷ്യനെ പഠിപ്പിച്ചു. അവനെ ചങ്ങലകളാൽ ബന്ധിച്ച് ഗോപുരത്തിലിരുത്തി. ആ മനുഷ്യനാകട്ടെ വിക്ടർ എന്ന വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. തന്റെ പ്രവൃത്തി പ്രകൃതിക്ക് വിരുദ്ധമായിരുന്നു എന്ന തോന്നൽ വിക്ടറിന് വരാൻ തുടങ്ങിയിരുന്നു. ആഴ്ചകൾ കടന്നു പോകുന്തോറും ആ മനുഷ്യന്റെ ശക്തി വർദ്ധിച്ചു വന്നു. വിക്ടർ ആകട്ടെ ക്ഷീണിതനായി. വിക്ടർ അയാളുടെ മുടിയൊക്കെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബ്ലേഡ് പിടിച്ചെടുത്ത ആ മനുഷ്യന്റെ കൈകൾ മുറിഞ്ഞു. രക്തമൊലിച്ചു. എന്നാൽ ആ മുറിവ് താനെ ഉണങ്ങി ഇല്ലാതാകുന്നത് വിക്ടർ കണ്ടു. വിക്ടർ എന്ന പേരല്ലാതെ ഒന്നും തന്നെ ആ മനുഷ്യൻ പറയുന്നില്ലായിരുന്നു. വിക്ടറിന് ദേഷ്യം വരാൻ തുടങ്ങി. ആ നേരത്ത് എലിസബത്തും വില്യമും വിക്ടറിന്റെ താമസ സ്ഥലത്തെത്തി. അമ്മാവനെ തിരക്കിയായിരുന്നു അവർ വന്നത്. ഹാർലൻഡർ മരിച്ച വിവരം വിക്ടർ പറഞ്ഞില്ല. വിക്ടർ ജീവൻ നൽകിയ ആ മനുഷ്യനെ എലിസബത്ത് കാണാനിടയായി. എലിസബത്തിന് ആ മനുഷ്യനോട് കൗതുകവും ഇഷ്ടവും തോന്നി. വില്യം ആവട്ടെ റോയൽ മെഡിക്കൽ സൊസൈറ്റി വിക്ടറിനെ കാണാൻ തയ്യാറായ വിവരം അറിയിച്ചു. എന്നാൽ വിക്ടർ അതിന് തയ്യാറായിരുന്നില്ല. എലിസബത്ത് ആ മനുഷ്യന്റെ ശരീരത്തിലെ മുറിവുകളെക്കുറിച്ച് ആവലാതിപ്പെട്ടു. താനാണതിന് ജീവൻ നൽകിയതെന്ന് വിക്ടർ പറഞ്ഞു. വിക്ടറിന്റെ പരീക്ഷണത്തിൽ വില്യം സന്തോഷവാനായിരുന്നു. എന്നാൽ അവന് ചിന്താശേഷി ഉണ്ടോ എന്നത് വിക്ടറിനെ അലട്ടി. വിക്ടർ ഉറങ്ങാൻ കിടന്ന സമയത്ത് എലിസബത്ത് ആ മനുഷ്യനെ കാണാൻ പോയി. എലിസബത്ത് അവന് തന്റെ പേര് പറഞ്ഞു കൊടുത്തു. ആ പേര് അവൻ പഠിച്ചെടുത്തു. അയാളെ കാണാൻ പോയതിന് എലിസബത്തിനോട് വിക്ടർ ദേഷ്യപ്പെട്ടു. എലിസബത്തിന് അവനോട് എന്തോ ഇഷ്ടമുണ്ടെന്ന് വിക്ടറിന് മനസ്സിലായി. വിക്ടർ ഒരു ദുഷ്ടനാണെന്ന് എലിസബത്ത് പറഞ്ഞു. ആ ദേഷ്യത്തിൽ വിക്ടർ അയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അവനൊരു ഭീകരനാണെന്ന് വിക്ടറിന് മനസ്സിലായി. അത്രയ്ക്ക് ശക്തിയുണ്ടായിരുന്നു അവന്റെ കൈകൾക്ക്. വിക്ടർ അവനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അതിന് വില്യമിനോട് വിക്ടർ ഒരു കള്ളം പറഞ്ഞു. ഹാർലൻഡറിനെ കൊന്നത് അവനാണെന്ന് വിക്ടർ വില്യമിനെ വിശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം വില്യമിന് കാണിച്ചു കൊടുത്തു. എലിസബത്തിനെയും കൊണ്ട് വിയന്നയിലേക്ക് തിരിച്ചു പോകാൻ വില്യമിനോട് ആവശ്യപ്പെട്ടു. വില്യം എലിസബത്തിനെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. എലിസബത്തിന് അവിടെ നിന്ന് പോകാൻ താല്പര്യമില്ലായിരുന്നു. വിക്ടർ അയാളെ കൊല്ലാൻ പോകുകയാണെന്ന് വില്യമിന് മനസ്സിലായില്ല. വില്യമും എലിസബത്തും പോയതിനു ശേഷം വിക്ടർ അവിടെ ആകെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. വിക്ടർ അവിടെ തീയിട്ടു. ആ ഗോപുരമാകെ തീ ആളിപ്പടർന്നു. വിക്ടർ എന്ന് വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ അലറിക്കരഞ്ഞു. വിക്ടർ അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് തോന്നിയ എലിസബത്ത് അവിടേക്ക് തിരിച്ചെത്തി. എന്നാൽ കത്തി നശിക്കുന്ന ഗോപുരമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അതിനിടെ ആ അപകടത്തിൽ വിക്ടറിന് ഒരു കാല് നഷ്ടപ്പെട്ടു. വിക്ടർ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. കപ്പലിൽ ആ സമയം വീണ്ടും ബഹളം കേട്ടു. വാതിൽ തുറന്ന കപ്പിത്താൻ കണ്ടത് ആ ഭീകര മനുഷ്യനെയായിരുന്നു. ആ ഭീകരജീവി കപ്പിത്താനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ വിക്ടർ അതിനെ തടഞ്ഞു. വിക്ടർ അവരുടെ കഥ പറയുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി. എന്നാൽ ഇനി എന്റെ കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ആ ജീവി അവന്റെ അവസ്ഥയെപ്പറ്റി പറയാൻ തുടങ്ങി. അന്നുണ്ടായ തീപിടുത്തത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ അവൻ പുറത്തിറങ്ങിയിരുന്നു. രക്ഷപ്പെടുന്നതിനിടയിൽ കടലിലേക്ക് വീണ അവൻ ഏതോ തീരത്ത് ചെന്നടിഞ്ഞു. അവിടെ ഒരു കാട്ടിൽ നിന്നും കിട്ടിയ വസ്ത്രങ്ങളൊക്കെ എടുത്തു ധരിച്ചു. അതിനിടെ വേട്ടയാടാൻ വന്നവർ അവനെ വെടിവെച്ചു. വേട്ടക്കാർ അത് എന്ത് ജീവിയാണെന്നറിയാൻ അവന്റെ പിന്നാലെ ഓടി. അവൻ ഓടി ഓടി ദൂരെ ഒരു വീട്ടിൽ ചെന്നൊളിച്ചു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അല്പനേരത്തിന് ശേഷം
അവിടെ താമസിച്ചിരുന്നവർ തിരിച്ചെത്തി. അവനെ വേട്ടയാടിയവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കണ്ണു കാണാത്തൊരു വൃദ്ധനും ഒരു ചെറിയ കുട്ടിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ വൃദ്ധൻ ആ കുട്ടിയെ പഠിപ്പിക്കുന്നതും അവർ സംസാരിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഓരോന്നോരോന്നായി അവൻ പഠിച്ചെടുത്തു. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരറിയാതെ അവൻ അവരെ സഹായിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ചെന്നായ്ക്കൾ അവരുടെ ആടിനെ ആക്രമിക്കാനെത്തി. വേട്ടക്കാർ അവയെ വെടിവെച്ചു കൊന്നു. അതിനുശേഷം ഒരിക്കൽ എല്ലാവരും മലയിലേക്ക് ചെന്നായിയെ വേട്ടയാടാൻ യാത്രയായി. എന്നാൽ വൃദ്ധൻ അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല. ആ വൃദ്ധനടുത്തേക്ക് ചെല്ലാൻ അവൻ തീരുമാനിച്ചു. അവൻ ആ വൃദ്ധനരികിലേക്ക് ചെന്നു. വൃദ്ധൻ അവനെ സ്വീകരിച്ചു. വൃദ്ധനിലൂടെ ബുക്കുകളും കഥകളും അവൻ വായിച്ചു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞുപോയി. ഓർമ്മകളൊന്നും തന്നെയില്ലാത്ത തന്റെ ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് തിരികെ പോവാൻ അവൻ തീരുമാനിച്ചു. തന്റെ സൃഷ്ടാവ് ആരാണെന്നറിയാൻ അങ്ങനെ ആ മഞ്ഞുകാലത്ത് അവൻ ആ തകർന്ന ഗോപുരം തേടിപ്പോയി. അവിടെ കീറി പറഞ്ഞു കിടക്കുന്ന പുസ്തകത്താളുകളിൽ നിന്നും അവൻ ആ സത്യം മനസ്സിലാക്കി. താനൊരു മനുഷ്യൻ പോലുമല്ലെന്നുള്ള സത്യം. അവിടെ നിന്നും റോയൽ മെഡിക്കൽ സൊസൈറ്റി വിക്ടറിന് അയച്ച ലെറ്ററിൽ നിന്നും വിക്ടറിന്റെ മുഴുവൻ പേരും അഡ്രസ്സും അവന് ലഭിച്ചു. അതുമായി തിരിച്ച് വീട്ടിലെത്തിയ ആ മനുഷ്യൻ കണ്ടത് ചെന്നായകൾ ആ വൃദ്ധനെ വലിച്ചു കീറുന്നതാണ്. അവൻ ആ ചെന്നായകളെയൊക്കെ കൊന്നു. അപ്പോഴേക്കും വൃദ്ധൻ മരിച്ചിരുന്നു. അയാൾ ആ വൃദ്ധനരികിൽ നിൽക്കുന്നതാണ് വേട്ടയാടാൻ പോയവർ തിരിച്ചു വന്നപ്പോൾ കണ്ടത്. അവർ അവനെ വെടിവെച്ചു, ഉപദ്രവിച്ചു. അതിലൊരാളെ കൊന്നുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വെടിയേറ്റ് ചോര വാർന്ന് ആ തണുത്ത മഞ്ഞിൽ അവൻ വീണ് കിടന്നു. ദിവസങ്ങൾ പിന്നിട്ടു. അവൻ വീണ്ടും പൂർണ്ണശക്തനായി മുറിവുകളെല്ലാം ഉണങ്ങി ജീവിതത്തിലേക്ക് വന്നു. എല്ലാ വേദനകൾക്കുമുള്ള മരുന്നായ മരണം അവന് നിഷേധിച്ചത് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്റെ സൃഷ്ടാവിൽ നിന്നും ഒരു വരം ചോദിക്കാൻ അവൻ തീരുമാനിച്ചു, ഒരു ജീവിത പങ്കാളിയെ. അങ്ങനെ അവൻ വിക്ടറിനെ തേടി പുറപ്പെട്ടു. വില്യമിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. വില്യമിന്റെയും എലിസബത്തിന്റെയും വിവാഹ ദിവസമായിരുന്നു അന്ന്. വിക്ടറിന്റെ മുറിയിലേക്ക് അവൻ കയറി ചെന്നു. വിക്ടർ അവനോട് മോശമായാണ് സംസാരിച്ചത്. ഞാൻ ഭയാനകമായ ഒരു സാധനത്തെയാണ് ഉണ്ടാക്കിയതെന്ന് വിക്ടർ പറഞ്ഞു. സാധനമല്ല, ഒരാളെയാണ് നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് അവൻ തിരിച്ചു പറഞ്ഞു. ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എനിക്കൊരു ഇണയെ ഉണ്ടാക്കി തരണമെന്ന് അവൻ വിക്ടറിനോട് ആവശ്യപ്പെട്ടു. വിക്ടർ സമ്മതിച്ചില്ല. വിക്ടറിനെ അവൻ ഉപദ്രവിച്ചു. ബഹളം കേട്ട എലിസബത്തും അവിടേക്ക് എത്തി. എലിസബത്തിനാകട്ടെ അവനെ കണ്ടപ്പോൾ സന്തോഷമായി. അവനോടൊപ്പം ചെന്ന് നിന്ന് എലിസബത്തിനെ കണ്ട് വിക്ടറിന് ദേഷ്യം വന്നു. വിക്ടർ അവനെ വെടിവെച്ചു. എന്നാൽ വെടികൊണ്ടത് എലിസബത്തിനായിരുന്നു. കൊട്ടാരത്തിലുണ്ടായിരുന്നവർ ഓടിയെത്തി. കൂടെ വില്യമും. അവനാണ് എലിസബത്തിനെ ആക്രമിച്ചതെന്ന് വിക്ടർ അവരോട് പറഞ്ഞു. എലിസബത്തിന് നേരെ ഓടിയെടുത്ത വില്യമിനെ അവൻ വലിച്ചെറിഞ്ഞു. വില്യം തലയിടിച്ചു വീണു. വിക്ടർ വില്യമിനെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും വില്യം അത് ആഗ്രഹിച്ചില്ല. നീയാണ് രാക്ഷസൻ എന്ന് വില്യം വിക്ടറിനോട് പറഞ്ഞു. വില്യമും മരണപ്പെട്ടു. ആ മനുഷ്യൻ എലിസബത്തിനെയും എടുത്തുകൊണ്ട് ഒരു പാറക്കെട്ടിലേക്ക് പോയി. എലിസബത്ത് അവനോട് സംസാരിച്ചു. താൻ തേടിക്കൊണ്ടിരുന്ന ആളെക്കുറിച്ച് പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ എലിസബത്ത് മരണപ്പെട്ടു. ഇതേ സമയം വിക്ടർ തോക്കുമായി അവനെ നേരിടാൻ അവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ അവൻ വിക്ടറിനെ ഉപദ്രവിച്ചു. വിക്ടർ അവനെ വെടിവെച്ചു. അവൻ ദൂരേക്ക് നടന്നുപോയി. പിന്നാലെ വിക്ടറും. അങ്ങനെ ഒരുപാട് കാലം. അവസാനം വെടിമരുന്നുകളുമായി വിക്ടർ അവനെ വകവരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ അന്ന് രാത്രിയിൽ അവനും വിക്ടറും കണ്ടുമുട്ടി. ആ വെടിമരുന്നുകൾ കത്തി ഞാൻ നശിക്കുമെന്നാണ് നീ കരുതുന്നതെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ ആ മരുന്നുകൾ കത്തിച്ചു. വലിയൊരു സ്ഫോടനമുണ്ടായി. എല്ലാം തകർന്ന് വിക്ടർ ദൂരെ വീണെങ്കിലും ഒന്നും സംഭവിക്കാതെ ജീവനോട് നിൽക്കുകയായിരുന്നു ആ ഭീകര മനുഷ്യൻ. അങ്ങനെയാണ് വിക്ടറിനെ കപ്പിത്താൻ കണ്ടുമുട്ടുന്നത്. തന്റെ സങ്കടങ്ങൾ അവൻ തളർന്നു കിടക്കുന്ന വിക്ടറിനോട് പറഞ്ഞു. അന്ന് ആദ്യമായി വിക്ടർ അവനോട് മാപ്പ് പറഞ്ഞു. വിക്ടർ മരണത്തോട് അടുത്തിരുന്നു. ഞാൻ മാത്രം ഇങ്ങനെ മരണമില്ലാതെ അവശേഷിക്കാൻ വിധിക്കപ്പെട്ടവനാണെന്ന് അവൻ വിക്ടറിനോട് പറഞ്ഞു. എന്നോട് പൊറുക്കണം മകനെ എന്ന് പറഞ്ഞ് അവന്റെ തലയിൽ തലോടിക്കൊണ്ട് വിക്ടർ അവനോട് മരണത്തിലേക്ക് യാത്ര പറഞ്ഞു. വിക്ടറിനെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് വിക്ടറിന്റെ നെറ്റിയിൽ സ്നേഹത്തോടെ അയാൾ ഉമ്മ വച്ചു. കപ്പിത്താൻ നാവികസേനയോട് അവൻ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. ആരെയും നോവിക്കാതെ അവൻ കപ്പലിൽ നിന്നും ഇറങ്ങി. പോകുന്ന നേരം മഞ്ഞിൽ കുടുങ്ങിക്കിടന്ന കപ്പൽ ശക്തിയോടെ ഉന്തി വെള്ളത്തിലേക്ക് തള്ളി ആ മനുഷ്യൻ. കപ്പൽ നീങ്ങിത്തുടങ്ങി. കപ്പിത്താൻ നോർത്തിലേക്ക് പോകാനുള്ള ശ്രമം വേണ്ടെന്ന് വെച്ച് നാവികസേനയെയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴും ആ മനുഷ്യന് തുടർന്നും ജീവിക്കുക എന്നതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു.
മറ്റൊരു സിനിമയുടെ കഥയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.